നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ബലാത്സംഗത്തിന് തുല്യമായ പീഡനങ്ങളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. 5 കൊല്ലത്തിനു ശേഷം പുറത്തുവന്നത് മറച്ചുപിടിച്ച റിപ്പോർട്ട്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. കുറ്റവാളികൾ ആരെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം അമ്മ സംഘടനയ്ക്കുമുണ്ടെന്ന് സാറ ജോസഫ്. സ്വതന്ത്രമായി കലാപ്രവർത്തനം നടത്താൻ സ്ത്രീകൾക്ക് സാഹചര്യമുണ്ടാകണമെന്ന് നടി ബീന ചന്ദ്രൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ചന്ദ്രന് പാലക്കാട് പ്രസ് ക്ലബിന്റെ ആദരം. നാടകത്തിന്റെ ഉൾക്കരുത്തുമായാണ് ബീന സിനിമയിലെത്തിയതെന്ന് മന്ത്രി MP രാജേഷ്. ശ്രീനാരായണ ദർശനങ്ങൾ ജീവിതചര്യയാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് സമൂഹത്തിലുള്ളതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. 170ാം ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ യുവതിക്ക് സുഖപ്രസവം. പ്ലാറ്റ്ഫോമിൽ പ്രസവിച്ചത് ഇതര സംസ്ഥാനക്കാരിയായ യുവതി. യുവതിയെയും കുഞ്ഞിനെയും പോലീസ് ആശുപത്രിയിലെത്തിച്ചു. അമ്മയും പെൺകുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ. വാർത്തകൾ വിശദമായി. ബലാത്സംഗത്തിന് തുല്യമായ പീഡനങ്ങളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം മാത്രമാണെന്നും സാറ ജോസഫ് പറഞ്ഞു. കുറ്റവാളികൾ ആരെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്തം അമ്മ സംഘടനയ്ക്കുമുണ്ടെന്നും അവർ പറഞ്ഞു. 5 കൊല്ലത്തിന് ശേഷം പുറത്തുവന്നത് മറച്ചുപിടിച്ച റിപ്പോർട്ടാണെന്ന് സാറ ജോസഫ് പറഞ്ഞു. റിപ്പോർട്ടിൽ സൂക്ഷ്മതയും കൃത്യതയുമില്ല. പരാതിക്കാരുടെ മൊഴികളനുസരിച്ച കുറ്റകൃത്യങ്ങളാണ് നടന്നത്. കുറ്റകൃത്യങ്ങൾ നടന്നെങ്കിൽ അവിടെ പ്രതികളോ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ പ്രതികൾ ആരാ എന്നത് പൊതുജനങ്ങൾക്ക് അജ്ഞാതമാണ്. കൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയും സർക്കാരും ഇടപെട്ട് അതിന്മേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ബലാത്സംഗത്തിന് തുല്യമായ പീഡനങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ വിവരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെന്ന പോലെ ഇക്കാര്യത്തിലും തുടർ നടപടികൾ ഉണ്ടാകണം. കാര്യങ്ങൾ വെളിച്ചത്തു കൊണ്ടുവരിക എന്നത് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നും സാറ ജോസഫ് പറഞ്ഞു. വെളിച്ചത്തു വന്ന കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ടത് സാംസ്കാരിക ലോകത്തിൻ്റെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. പലരെയും സംരക്ഷിക്കാനും വിവരങ്ങൾ മൂടിവെക്കാനുമുള്ള ശ്രമങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ നാടകീയമായി പോകുമോ എന്ന ഭയമുണ്ട്. കുറ്റാരോപണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തങ്ങൾക്കതിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കി പരസ്യമായി രംഗത്തു വരാൻ സിനിമാ മേഖലയിലെ മുഴുവൻ നടന്മാരും തയ്യാറാകണം. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന മന്ത്രിയും MP-യും പോലും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കുറ്റവാളികൾ ആരെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്തം അമ്മ സംഘടനയ്ക്കുമുണ്ടെന്ന് സാറ ജോസഫ് പറഞ്ഞു. വിടാത്ത ഭാഗങ്ങളിൽ സർക്കാർ അന്വേഷണ നടപടി എടുക്കുന്നത് ശരി. എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് ആ കുറ്റം ചെയ്ത ആളിനെ പുറത്തു വിടുന്നില്ല, അയാളെ സംരക്ഷിക്കുന്നത് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയല്ലേ പോലും. പുറത്തു വിടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഇടിഞ്ഞു വീഴും, ആരൊക്കെയോ തകർന്നു പോകും. ആ തകർന്നു പോകുന്നത് തങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. ഇതാണല്ലോ പുറത്തു വിടാതിരിക്കാൻ തന്നെ കാരണം. ഇത്തരത്തിലുള്ളൊരു സംഗതികളിൽ സ്ത്രീകളുടെ നേർക്ക് നടത്തുന്ന എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇതേ നിലപാടാണ്. നമ്മുടേത് ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്ന് ആവർത്തിച്ച് എത്ര പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കാരമുള്ള ഒരു സർക്കാരിന് യോജിച്ച കാര്യങ്ങളല്ല ഈ വെളിയിൽ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്കൊരു MP ഉണ്ടല്ലോ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു MP ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതികരിച്ചില്ല. അപ്പോൾ അദ്ദേഹവും കൂടി ഉണ്ടായിരുന്ന ഒരു മേഖലയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതിൽ ചെയ്യേണ്ടത് ഈ കുറ്റകൃത്യങ്ങളിലൊന്നും തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള സിനിമാ പ്രവർത്തകരെ പുരുഷന്മാർ മുന്നോട്ട് വരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വതന്ത്രമായ കലാപ്രവർത്തനം നടത്താൻ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് നടി ബീന ചന്ദ്രൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ബീന ചന്ദ്രന് പാലക്കാട് പ്രസ് ക്ലബ് ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു നടി. നാടകത്തിന്റെ ഉൾക്കരുത്തുമായാണ് ബീന ചന്ദ്രൻ സിനിമയിലെത്തിയതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി MP രാജേഷ് പറഞ്ഞു. പാലക്കാടിനും ഒക്കെ വളരെ അഭിമാനവും സന്തോഷവും നൽകുന്നതാണ്. ഒരിക്കൽ കൂടി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിക്കണം. തനിക്ക് മോശം അനുഭവങ്ങൾ കലാമേഖലയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ബീന ചന്ദ്രൻ പറഞ്ഞു.
അനുഭവപ്പെട്ടവർ അക്കാര്യം വെളിപ്പെടുത്താൻ കാണിച്ച ധൈര്യത്തെ അംഗീകരിക്കുന്നു. കലാമേഖലയിലെ ദുഷ്പ്രവണതകൾ മാറ്റേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. നാടകത്തിൽ നിന്നും ടെലിഫിലിമിൽ നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയത്. കലാമേഖലയിലേക്ക് സ്ത്രീകൾക്ക് എത്താൻ വീട്ടിൽ നിന്നുപോലും തടസ്സങ്ങളുണ്ടാകുന്നുണ്ട്. കൂടുതൽ സ്വാതന്ത്ര്യം ഇക്കാര്യത്തിൽ വേണ്ടതാണ്. ഭാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. അമേച്വർ നാടകവും സാംസ്കാരിക പ്രവർത്തനവും അധ്യാപനവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. നല്ല കഥാപാത്രങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കൂടുതൽ റിഹേഴ്സലുകൾ ആവശ്യമാണെന്നും ബീന ചന്ദ്രൻ പറഞ്ഞു. നാടക പ്രവർത്തകയാണ്. അവിടെ ലൈബ്രറി ഒക്കെ ആയിട്ടുള്ള നല്ല ബന്ധമുണ്ട്. നാടുമായിട്ടും സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം എത്തിച്ചു പോകുന്നതിന്റെ ആ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യേണ്ടതിന്റെ ഒരു ടെൻഷൻ അതാണ് എനിക്കുള്ളത്. എന്നെ ആത്മവിശ്വാസം കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ വന്നു ടീച്ചറെ വെച്ചിട്ടാണ് ടീച്ചറെ കണ്ടിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലായി. കാരണം ഇത് വിജയിക്കണമെങ്കിൽ ഞാൻ നന്നായി ചെയ്യണം. അപ്പോൾ സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് ഈ കഥയെ കൊണ്ടുപോകുന്നത്. ഈ ഒരു ഗീത എന്നുള്ള ക്യാരക്ടറാണ്. വളരെ ഇമോഷണലി വളരെ ഡീപ്പ് വല്ലാത്ത ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ അതിനെ ശരിക്കും പറഞ്ഞാൽ വളരെ പേടിയോട് കൂടിയിട്ടാണ് ആദ്യം സമീപിച്ചത്. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ അതിലേക്ക് ഇങ്ങനെ അടുക്കായിരുന്നു. എങ്ങനെ ഇതിനെ വിജയിപ്പിക്കാം എന്നുള്ളൊരു ചിന്തകളായിരുന്നു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി മധുസൂദനൻ കർത്ത, പ്രസിഡന്റ് എൻ രമേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. അവശനിലയിൽ കണ്ടെത്തിയ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ റെയിൽവേ പോലീസ് ആംബുലൻസ് എത്തിക്കുന്നതിനിടയിലാണ് പ്രസവം നടന്നത്. പിന്നീട് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രസവരക്ഷ നടത്തി. പെൺകുഞ്ഞും അമ്മയും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. രാവിലെ 10:30 തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എക്സലേറ്ററിന് സമീപമാണ് യുവതിയെ അവശനിലയിൽ കണ്ടെത്തുന്നത്. യാത്രക്കാർ അറിയിച്ചത് പ്രകാരം റെയിൽവേ പോലീസ് എത്തി ആംബുലൻസ് സജ്ജീകരിച്ചു. എന്നാൽ ഇതിനിടയിൽ യുവതി പ്രസവിച്ചു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പ്രസവരക്ഷ. ക്ലീനിംഗ് സ്റ്റാഫായ സുഹറ കുട്ടിയുടെ പൊക്കിൽ കൊടി മുറിച്ചു മാറ്റി. അതിനുള്ള കത്രിക തൊട്ടടുത്ത ചായക്കടയിൽ നിന്ന് പുരുഷ പോലീസുകാർ എത്തിച്ചു. സിനിമയെ വെല്ലുന്ന രംഗങ്ങൾക്കൊടുവിലാണ് ഇതര സംസ്ഥാനക്കാരിയായ യുവതി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പ്രസവിച്ചത്. 2 ജീവനുകൾ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് മറ്റ് ജീവനക്കാരും. പിന്നീട് ആംബുലൻസിൽ യുവതിയെയും കുഞ്ഞിനെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രീനാരായണ ദർശനങ്ങളെ ജീവിതചര്യയാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളെ സമൂഹത്തിലുള്ളൂവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ശിവഗിരി മഠം ശ്രീനാരായണീയ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചാരണ സഭ സംഘടിപ്പിച്ച 170-ാം ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശ്രീനാരായണ ഗുരുവിനെ പുകഴ്ത്തി സംസാരിക്കുന്നവരിൽ പലരും ജീവിതത്തിൽ ഗുരുവിനെ പകർത്താത്തവരാണ്. സമസ്ത മേഖലയെക്കുറിച്ചും സ്പർശിച്ചിട്ടുള്ള ഗുരുദർശനങ്ങൾ പാലിക്കാനും പകർത്താനും സമൂഹം തയ്യാറാകണം. നാരായണീയ ദർശനങ്ങളെ അവഗണിച്ചും തിരസ്കരിച്ചും മുന്നോട്ടു പോകുന്നതാണ് ആപൽക്കരമായ പ്രവണത. ജാതിമത സ്പർദ്ധകൾ ഇല്ലാതാക്കാനാണ് ഗുരു ശ്രമിച്ചതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അത് മാറി വരണേ. പൂജ കഴിക്കുന്നത് നമ്മുടെ നേട്ടത്തിലാണ് അല്ലേ? അല്ലാതെ ഗുരുദേവൻ എന്തിനാണ് സമൂഹത്തിന്റെ നേട്ടത്തിലാണ്. ഇപ്പൊ നമ്മൾ ഗുരുദേവനെ പൂജ കഴിക്കുന്നത് നമ്മുടെ നേട്ടത്തിൽ, നമ്മൾ അതുകൊണ്ട് എന്താകുന്നത് നോക്കാം. അതേപോലെ ഗാന്ധിജിയെ എന്താ ചെയ്തത്? ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ജയൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി അഖിലേഷ് ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. രക്ഷാധികാരി CG മണി, സെക്രട്ടറി A വിജയമോഹനൻ, റിട്ടയർഡ് പോലീസ് സർജൻ ഡോക്ടർ PB ഗുജറാൾ, VK ദിവാകരൻ, R രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് അമ്പിളി ഹരിദാസ്, CG ജാനകി, CG ലളിത, കാപ്പിൽ മോഹനൻ, ചെമ്പക്കര സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര വെള്ളറോഡ് SNDP ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി വിപുലമായി ആഘോഷിച്ചു. SNDP യോഗം ഡയറക്ടർ സുരേഷ് കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ആ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്കു ശേഷം കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും
അതുപോലെയുള്ള അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായി നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിക്കുകയുണ്ടായി, പ്രതിഷ്ഠിക്കുകയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് അവസാന കാലഘട്ടമായപ്പോൾ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠിച്ചത്. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ ശബരിമലയിലെല്ലാം പോകുമ്പോൾ അതിന് മുമ്പിൽ എഴുതി വരുന്ന തത്വമസി എന്നുള്ളത്. ശാഖാ പ്രസിഡന്റ് കെ വെള്ളപ്പൻ അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി കെ സി ഭരതൻ, എം വി സുഭാഷ്, പ്രേമ, കെ രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. പ്രാർത്ഥനയും ഗുരുപൂജയോടും കൂടിയാണ് ജയന്തി ആഘോഷങ്ങൾ ആരംഭിച്ചത്. പരിപാടിയിൽ വെച്ച് വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചനവും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SNDP ഓടന്നൂർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. ഗുരുപൂജയോടുകൂടി ആരംഭിച്ച ഗുരുജയന്തി ദിനാചരണ പരിപാടികൾ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം മേൽശാന്തി ഡോക്ടർ ശ്യാംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി KR മാധവൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് VV രാമൻകുട്ടി അധ്യക്ഷനായി. ശിവകുമാർ, ഭാനുമതി ടീച്ചർ, ചിന്താമര തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഷൊർണൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിൽ നടന്നു. VK ശ്രീകണ്ഠൻ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC അംഗം അബ്ദുൾ മുത്തലിബ്, V ബാബുരാജ്, C ചന്ദ്രൻ, KA തുളസി ടീച്ചർ, ഹരിഗോവിന്ദൻ മാസ്റ്റർ, CP മുഹമ്മദ്, TH ഫിറോസ് ബാബു, K കൃഷ്ണകുമാർ, TK ഹമീദ്, TY ഷിഹാബുദ്ദീൻ, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, O വിജയകുമാരൻ മാസ്റ്റർ, K ഷബീർ നീരാണി, മോഹൻദാസ്, P സ്വാമിനാഥൻ, UDF ചെയർമാൻ ഹരിശങ്കർ, മണ്ഡലം പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ മാസ്റ്റർ, പാലുളി ഹുസൈൻ, മുരളി മാസ്റ്റർ, പ്രകാശൻ, O ശ്രീധരൻ, അക്ബർ അലി, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടപെടുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും കോർ കമ്മിറ്റികൾ രൂപീകരിക്കുകയാണ്. അത് ഷൊർണൂർ നിയോജക മണ്ഡലം തല, പഞ്ചായത്ത് തല, മുനിസിപ്പൽ തല കോർ കമ്മിറ്റികൾക്ക് എത്രയും വേഗം രൂപം കൊടുക്കുന്നതാണ്. അതിൻ്റെ സമയം മറ്റ് പല സ്ഥലങ്ങളിലും അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഷൊർണൂർ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റികൾ രൂപീകരിക്കണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന റേഷൻ കട അടച്ചുപൂട്ടിയ ഭക്ഷ്യവിതരണ വകുപ്പിന്റെ നടപടിക്കെതിരെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ UDF ചെയർമാൻ NS വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അത് പരിശോധിക്കാൻ വന്ന ജില്ലാ സപ്ലൈ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഒരുപാട് പരിശോധന, ഈ വൈരാഗ്യത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് പരിശോധന റേഷൻ കടയിൽ നടത്തി. ഒരു ക്രമക്കേടും കാണാൻ സാധിച്ചില്ല. സ്റ്റോക്കിൽ യാതൊരു കുറവും കണ്ടിട്ടില്ല. വിതരണത്തിൽ യാതൊരു ക്രമക്കേടും കണ്ടില്ല. അവിടെ പേമാരിയെ തുടർന്ന് വെള്ളം കയറിയ ഭക്ഷ്യധാന്യങ്ങളെടുത്ത് നശിപ്പിച്ചു അവരുടെ സാന്നിധ്യത്തിൽ. പക്ഷെ അവിടെ അന്ന് അവർ കണ്ട ഒരു തെറ്റ്, ഈ റേഷൻ കടയുടെ തൊട്ടേ ഒരു ഭക്ഷ്യധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ല് പ്രവർത്തിക്കുന്നു. ആ മില്ലിന്റെ ഉടമയും റേഷൻ കടയുടെ നടത്തിപ്പുകാരനും ഒന്നാണ്. അത് തെറ്റാണ് എന്നാണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ. പ്രതിഷേധ ധർണയിൽ ബാലകൃഷ്ണൻ വടക്കോട്ട് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K പ്രസാദ് ആറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീയേഷ് നരിപ്പറ്റ സ്വാഗതവും പ്രകാശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ഏരിയ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി ബോർഡിന്റെ സെസ് പിരിവുമായി ബന്ധപ്പെട്ട് സംവാദം സംഘടിപ്പിച്ചു. കുളപ്പുള്ളി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സംവാദം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 3500ഓളം വരുന്ന കോടി രൂപ ഈ ഇനത്തിൽ പിരിച്ചു കിട്ടാനുണ്ട്. 3500ഓളം വരുന്ന കോടി രൂപ പിരിച്ചു കിട്ടാനുള്ളത് സെസ് ഇനത്തിലാണ്. ഈ സംഖ്യ പിരിച്ചെടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രാവശ്യങ്ങൾ കോൺട്രാക്ടർമാർക്ക് കത്ത് കൊടുത്തു. കോൺട്രാക്ടർമാർ എന്ത് ചെയ്തു? കോടതി പോയി. കോടതി പോയപ്പോൾ അവർ വെച്ച എന്താണ്? ഇത് തൊഴിലാളികളല്ല,
ഇവർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികളല്ല. അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഫണ്ട് കൊടുക്കാൻ അടയ്ക്കാൻ ഇതിന്റെ നിയമപ്രകാരം തൊഴിലാളികൾക്ക് വേണമെങ്കിൽ അടയ്ക്കാം. ഇത് തൊഴിലാളികളുടെ വീട്ടിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും ക്ഷേമനിധിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്നല്ലാതെ തൊഴിലാളികളല്ല എന്ന വാദമാണ് അവർ കോടതിയിൽ അവതരിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CWFI സംസ്ഥാന കമ്മിറ്റി അംഗം പി മണി സ്വാഗതം പറഞ്ഞു. AITUC ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻകുട്ടി, CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാലൻ, വാണിയംകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസ്, VM സുശീല, CWFI ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം KP മണികണ്ഠൻ, O കുമാരൻ, ആർട്ടിസാൻസ് യൂണിയൻ ഭാരവാഹി കനകരാജൻ എന്നിവർ സംസാരിച്ചു. CWFI ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി KU സന്തോഷ് ചർച്ചയ്ക്ക് ശേഷം മറുപടി പ്രസംഗം നടത്തി. ഗോപി നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാർലി ഇടത്തറ 5-ാം മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 80-ാം ജന്മദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു. ദിനാചരണ പരിപാടികൾ DCC സെക്രട്ടറിയും മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വിട്ടുപിരിഞ്ഞ അദ്ദേഹം ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒട്ടനവധി പരിപാടികളാണ്, പദ്ധതികളാണ് ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ ശ്രമിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇന്ന് കാണുന്ന ഈ വിപ്ലവകരമായ മാറ്റത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. മാത്രമല്ല, സാധാരണക്കാരന്റെ ദുരിതമകറ്റുന്നതിനുള്ള ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സർക്കാരിന്റെ 2024 മികച്ച ഫാം ഓഫീസർക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയ P സാജിദ് അലിയെ രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ് നൽകി ആദരിച്ചു. ചടങ്ങിൽ M ഇസ്മായിൽ അധ്യക്ഷനായി. H അബ്ദുള്ള, C സുഭാഷ്, ഷമീർ, മുനീർ, മണികണ്ഠൻ, അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാണ് കൃഷ്ണാവതാരമെന്ന ബാലഗോകുലം ഭാരവാഹികൾ. ഓഗസ്റ്റ് 26-ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം വിപുലമായ പരിപാടികൾ ജില്ലയിലുടനീളം നടപ്പാക്കുമെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൃഷ്ണഭക്തിയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മാത്രമേ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയൂവെന്നും ബാലഗോകുലം ഭാരവാഹികൾ പറഞ്ഞു. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃഷ്ണാവതാരം കാണിച്ചു തന്നിട്ടുണ്ട്. പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധത്തിലെ ഉലച്ചിലാണ് പ്രകൃതി ദുരന്തങ്ങൾക്കിടയാക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ആശ്വാസമേകാൻ ബാലഗോകുലം ഭാരവാഹികൾ രംഗത്തിറങ്ങുമെന്നും ഇവർ അറിയിച്ചു. ഓഗസ്റ്റ് 26-ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി നഗരത്തിൽ ശോഭായാത്ര നടത്തും. ശ്രീകൃഷ്ണ കലാസന്ധ്യ, ഗോപൂജ, ഉറിയടി, സാംസ്കാരിക സമ്മേളനം എന്നിവ ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നോടിയായി നടത്തുമെന്നും ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശരിക്കും ഈ കൃഷ്ണാഷ്ടമിയോടനുബന്ധിച്ച് നമ്മൾ ധാരാളം കൃഷ്ണന്മാരെ അണിയിച്ചൊരുക്കി നമ്മളൊരു ശോഭായാത്രയൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ശരിക്കും കൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവ് ഒരാളാണെങ്കിൽ ഇത്രയധികം കൃഷ്ണന്മാരെ നമ്മൾ ഒരുക്കി നമ്മൾ ഈ ശോഭായാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ഒരു വലിയ തത്വമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ തത്വങ്ങൾ അറിഞ്ഞിട്ട് അല്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞൊരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളതെങ്കിൽ ഇന്ന് നടക്കുന്ന പല അനീതികളും പല സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങളും നമുക്ക് ഒഴിവാക്കി വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് സമൂഹത്തിനും വ്യക്തിക്കും രാജ്യത്തിനും ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ കാലത്ത് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പ്രകൃതിയോട് ഏറ്റവും അധികം ഇണങ്ങി പ്രകൃതിയെ ഏറ്റവും അധികം സമന്വയിപ്പിച്ച് ജീവിച്ച ഒരു തത്വത്തിലൂന്നിയുള്ള ഒരു ജീവിതമാണ് ശ്രീകൃഷ്ണന്റെ. അദ്ദേഹം വിശ്വരൂപം കാണിക്കുന്നത് 2 സാഹചര്യങ്ങളിലാണ്. അത് മണ്ണുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ബാലഗോകുലം ജില്ലാ പ്രസിഡന്റ് K മുരളീകൃഷ്ണൻ, ജില്ലാ കാര്യദർശി TS സുനിൽ, മേഖലാ കാര്യദർശി U ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ N രാജീവ്, V ശ്രീകുമാരൻ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായത്. സ്കൂളിൽ പലതരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. മറ്റു സ്കൂളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിവിധ പരിപാടികളാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മുടെ കേരളത്തിലെ വയനാടുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ 1 രൂപ ചലഞ്ചിലൂടെ
വലിയൊരു ക്യാമ്പയിനാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള വലിയ പ്രവർത്തനം നടത്തുന്നത്. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെയും സൗഹൃദ ക്ലബിന്റെയും പാലക്കാട് ഐ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ PTA പ്രസിഡന്റ് MM മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി. യോഗത്തിൽ പ്രിൻസിപ്പൽ M പ്രീതി, CGAC ജില്ലാ കോർഡിനേറ്റർ PD പ്രകാശ് ബാബു, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ CGA-AC ചുമതലയുള്ള G പ്രിയ, പ്രധാന അധ്യാപിക ആൻസിയമ്മ മാത്യു, സൗഹൃദ കോർഡിനേറ്റർ AA പുഷ്പമണി, മണികണ്ഠൻ, ജോസ് ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. 130ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബലാത്സംഗത്തിന് തുല്യമായ പീഡനങ്ങളെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരിക്കുന്നതെന്ന് സാഹിത്യകാരി സാറ ജോസഫ്. 5 കൊല്ലത്തിനു ശേഷം പുറത്തുവന്നത് മറച്ചുപിടിച്ച റിപ്പോർട്ട്. റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം. കുറ്റവാളികളാരെന്ന് ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്വം അമ്മ സംഘടനയ്ക്കുമുണ്ടെന്ന് സാറ ജോസഫ്. സ്വതന്ത്രമായി കലാപ്രവർത്തനം നടത്താൻ സ്ത്രീകൾക്ക് സാഹചര്യമുണ്ടാകണമെന്ന് നടി ബീന ചന്ദ്രൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ചന്ദ്രന് പാലക്കാട് പ്രസ് ക്ലബിന്റെ ആദരം. നാടകത്തിന്റെ ഉൾക്കരുത്തുമായാണ് ബീന സിനിമയിലെത്തിയതെന്ന് മന്ത്രി MB രാജേഷ്. ശ്രീനാരായണ ദർശനങ്ങൾ ജീവിതചര്യയാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് സമൂഹത്തിലുള്ളതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. 170ാം ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ യുവതിക്ക് സുഖപ്രസവം. പ്ലാറ്റ്ഫോമിൽ പ്രസവിച്ചത് ഇതര സംസ്ഥാനക്കാരിയായ യുവതി. യുവതിയെയും കുഞ്ഞിനെയും പോലീസ് ആശുപത്രിയിലെത്തിച്ചു. അമ്മയും പെൺകുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.